ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ചിലോട്ട് പോവാണ്. ഗോവ ബീച്ചിൽ. ഹൈ വ്യൂവേഴ്സ്, ആർജെ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗോവയിലെ വിശേഷങ്ങളാണ്. അപ്പം നമ്മൾ ഗോവയിൽ എത്തുന്ന വീഡിയോ വരെ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഗോവയിലെ ബാഗ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബീച്ച് വരെ ഒന്ന് വന്ന് നോക്കി അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തില്ല അന്നേരം. അപ്പം അങ്ങോട്ട് വന്നപ്പം പാലോലം ബീച്ചിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ക്രൗഡഡ് ആയിരുന്നു. പാലോലത്താണെങ്കിൽ ഇങ്ങനെ ഈ സൺബാത്തിൻ്റെ സൗകര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു മറന്നുപോയി. എനിക്ക് തോന്നിയത് ഓരോ കടക്കാരുടെ ആയിരിക്കും. അവിടെ ഓരോ ഷോപ്പുണ്ടല്ലോ ഫുഡ് കഴിക്കുന്നത്, അപ്പം അവരുടെ വകയായിട്ടാണ് തോന്നുന്നു ഈ ഓരോ കുടയും പിന്നെ ഈ കിടക്കുന്ന സാധനം. അപ്പോൾ അവിടെ നമ്മൾ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അവിടേക്ക് ആൾക്കാരിങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ഒന്ന് ഓടിച്ച് കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോയപ്പോൾ എന്നാൽ ഫുഡ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ സമയം 2:30 കഴിഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഗോവൻ ഫിഷ് കറിയും കൂട്ടി ഊണ് കഴിക്കാമെന്നുള്ള മോഹത്തിൽ അവിടെ ഒരു ഷോപ്പിലോട്ട് കയറി. അവിടെ ചെന്നിരുന്ന് മെനു കാർഡൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഒരു കറിക്ക് 500 എബോ 500 എബോ ഒക്കെയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് മുതലാവില്ലെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് ഉള്ളിലോട്ട് വേറെ കടകളിൽ പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി നോക്കി. രാജസ്ഥാൻ്റെ സ്പെല്ലിങ് നോക്കി എനിക്ക് എഴുതിയേക്കുന്നത് രാജസ്ഥാൻ. അമേസിങ് തായ് സ്പാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടയിലോട്ട് കയറി. ചുമ്മാ ഗോവൻ വൈബൊക്കെ ഒന്ന് അറിയാമെന്ന് വെച്ചിട്ട് എല്ലാ കടകളിലും ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചും അങ്ങോട്ട് പോയി. അപ്പം അവിടെ ചെന്നപ്പോഴും അത്യാവശ്യം നല്ല റേറ്റാണ്. മറ്റേ കടകളെക്കാട്ടി കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. കാരണം നമുക്ക് അവിടെ ഇരുന്ന് സീ വ്യൂ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷെ അവിടെ ആരും ഒന്നും ഇല്ല, കഴിക്കാനൊന്നും ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും വേറെ കുറച്ച് ദൂരെ ബീച്ചിൽ നിന്ന് കുറച്ച് ദൂരോട്ടുള്ള കടകളിലൊക്കെ വിലക്കുറവുണ്ട്. അവിടെ നമുക്ക് 150 രൂപയ്ക്ക് താലിയൊക്കെ കിട്ടും, ഫിഷ് താലിയൊക്കെ കിട്ടും. പക്ഷേ അതൊക്കെ നമ്മൾ ബോർഡ് പോയി വായിച്ചിട്ട് നമ്മളങ്ങ് ബീച്ചിൻ്റെ അടുത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് പോയത്. അവിടെ ചെന്നപ്പോൾ അതിനെക്കാട്ടി റേറ്റ്. അതുകൊണ്ട് പിന്നെ തിരിച്ച് നമ്മൾ അവിടെയും ഫുഡൊന്നും കഴിച്ചില്ല. കയറി അവിടെ എല്ലാം കാലിയായിട്ട് കിടക്കും. അവിടെ ആൾക്കാരൊന്നും ഇല്ല. എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളൊരു വെജ് ഹോട്ടലിലാണ് കയറിയത്. അവിടെ കയറി നമ്മൾ ബട്ടർ റൊട്ടിയും പനീറും പിന്നെ ചോറും ദാലും ഫ്രൈഡ് റൈസും ദാലും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. എന്നാലും ഈ ഒരു ചെറിയ ഗ്ലാസ് ജ്യൂസിന് തന്നെ 120 റുപ്പീസാണ്. അപ്പം അത്രയാണ് റേറ്റൊക്കെ. അപ്പോൾ അതുപോലെ എല്ലാ കറിക്കും അത്യാവശ്യം ഉണ്ട്. പിന്നെ നമ്മളൊക്കെ ഇവർക്ക് ഡ്രസ്സ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. ബീച്ചിലിറങ്ങാൻ എന്തെങ്കിലും ഷോർട്സ് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. പൈസ പോലും കിട്ടണ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ബീച്ചിലിറങ്ങാൻ പോവാ. അങ്കിത് ഗോയിങ് ടു ബീച്ച്. അങ്ങനെ നമ്മൾ അവർക്ക് 2 പേർക്കും ഓരോ നിക്കറും ഷർട്ടും എടുത്ത്. അത് 2 പേർക്കൂടെ ഒരു 600 ആയിരുന്നു പറഞ്ഞത്. പിന്നെ കുറച്ച് തന്നായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ബീച്ചിൽ എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ നിന്നാൽ മതി. നമ്മൾ പിന്നെ ബാഗും കൊണ്ടൊക്കെയാണ് പോയത്. അങ്കിത്ത് കണ്ണാടി ഊരി വെച്ചതുമില്ല. അവിടെ ചെന്ന് ബീച്ചിൽ ഇറങ്ങാൻ നേരം കണ്ണാടി ഇട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാഗിനകത്ത് ഊരി വെപ്പിച്ച് അങ്ങനെ കണ്ണാടിയൊക്കെ ഊരി. ബാഗ് പിന്നെ ഫോണുണ്ട്, ചെരുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കരയിൽ നിൽക്കണം. അങ്ങനെ നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് ഞാനവിടെ നിന്ന് ഇവർ കുറച്ച് നേരം ചാടിയിട്ട് വന്നു. പിന്നെ കയറി വന്നിട്ട് അവിടെ ആരെങ്കിലും ഒരാൾ നിൽക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം ഇറങ്ങും. അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഡ്യൂട്ടി നോക്കി എല്ലാവരും എൻജോയ് ചെയ്ത്. എല്ലാവർക്കും അടിപൊളിയായിരുന്നു. ഇവിടെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിര ഇങ്ങനെ നല്ല ശക്തിയായിട്ട് തിര കയറി വരും. ഒത്തിരി
ആഴമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഗാർഡ്സ് ഈ കോസ്റ്റ് ഗാർഡ് വന്നിട്ട് അനൗൺസ്മെൻ്റൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് അങ്ങോട്ട് പോകരുത്. ആൾക്കാരങ്ങ് ഒത്തിരി അങ്ങ് പോകുമ്പോൾ ആൾക്കാർ വന്ന് അനൗൺസ്മെൻറ്റ് കൊണ്ടുവരും. അന്നേരം പിന്നെ ആൾക്കാർ അകത്തോട്ട് കയറും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. തിര വലിയ ശക്തിയായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴുക്കി ഇങ്ങ് മേപ്പോട്ട് കൊണ്ടുവരും. അതുപോലത്തെ ശക്തിയായിട്ടുള്ള തിര ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു. ചൂടൊന്നും ഇല്ലായിരുന്നു. നല്ല കാറ്റും, നല്ല തണുത്ത കാറ്റും തണുത്ത വെള്ളവും ഒക്കെ ആയിരുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. അങ്കിത്തും അബിയൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. പക്ഷേ ഞാനധികം ഇറങ്ങിയില്ല. കുറച്ച് നേരം ഇറങ്ങി തന്നെ അങ്കിത്തും അബി എന്നെ പിടിച്ച് വെള്ളത്തിൽ മുക്കാൻ നോക്കുമായിരുന്നു. ഞമ്മ നനഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കുളിപ്പിക്കാൻ നോക്കുമായിരുന്നു. കുറച്ച് വെള്ളത്തിൽ മുട്ടുവരെയൊക്കെ ഉള്ള വെള്ളത്തിൽ നമുക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ നല്ല തിര വന്ന് നമ്മളെ മൊത്തം നനച്ചുകൊണ്ട് പോയിക്കോളും. നമ്മൾ ചെന്ന സമയം നല്ല വെയിൽ, ഉച്ച സമയമായിരുന്നു. 2:30-3 മണിക്ക് ആ സമയമായിരുന്നു. എന്നിട്ട് നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ആൾ കാണത്തില്ലായിരിക്കും, കാരണം വൈകുന്നേരമാണ് അവിടുത്തെ നല്ല തിരക്ക് കാണിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ട്, പാരാഗ്ലൈഡിങ്ങും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ ചുമ്മാ ബീച്ചിൽ കിടന്ന് കുറച്ച് നേരം കുളിച്ചിട്ടൊക്കെ നമ്മൾ പോരുന്നതേ ഉള്ളൂ. അങ്ങനെ അങ്കിത്തും അബിയൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. പറഞ്ഞു തല നനയ്ക്കരുത്, മൂക്കി വെള്ളം കയറ്റില്ല, ചെവി വെള്ളം കയറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറക്കിയത്. പിന്നെ മൊത്തം കുളിച്ച് കയറുമായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല രസമായിരുന്നു. അവർ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ വെക്കേഷൻ സമയവും കൂടെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. വെക്കേഷൻ തുടങ്ങുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കുറച്ച് നേരം ഇറങ്ങി. അന്നേരം കരയിൽ ആൾ നിൽക്കും, ബാഗ് പിടിക്കാനും ഫോൺ പിടിക്കാനും. അങ്ങനെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി ഒക്കെ പിന്നെ ഞാൻ ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ അങ്ങ് വെള്ളത്തിലിറങ്ങി. പിന്നെ ലാസ്റ്റിൽ പിന്നെ പോരാൻ നേരം കുറച്ച് വീഡിയോ എടുത്തിട്ടും പോരുന്നത്. അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു ബാഗ ബീച്ചിൽ. ഹായ്. അപ്പോൾ നമ്മൾ കടലിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ട് പിന്നെ ഇവിടെ പൈസ കൊടുത്ത് പിന്നെ കുളിക്കാൻ പറ്റും, 50 രൂപ ഒരാൾക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി നമ്മൾ ഇവിടുന്ന് പോവുക. ഇപ്പോൾ സമയം 5:30-6 മണിയായെന്ന് തോന്നുന്നു, കഴിഞ്ഞെന്ന് തോന്നുന്നു. 6 മണിയാകാറായി കാണുമായിരിക്കും. ഇനി നമ്മൾ പോകുന്നത് മുരുടേശ്വരത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കാണാം. അങ്കിത്തവി
ഉണ്ടായിരുന്നു? മണത്തലയിലൊക്കെ മണലിരിക്കുന്നു. കുളിച്ചതാ, പക്ഷെ പണ്ടൊന്നും പോയില്ല. भैया ये चिल्का वाला 750 सेम है. ये कितने का? ഇത് 350. ഇത് 350. ഇത് 375 80 കണ്ട പറഞ്ഞു. അര കിലോ വെച്ചാൽ മതി. ബദാം ചിൽക്ക വല്ല വെച്ചാലോ? എന്താണ്ട് ഇത്? ഈ വല 750 കിലോ ആയോ? അങ്ങനെ നമ്മൾ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് ഗോവൻ കാജു വാങ്ങിക്കാമെന്നും പറഞ്ഞിറങ്ങി. അപ്പോൾ ആ ഒരു കടയിൽ കയറിയപ്പോൾ അര കിലോ 350 ഉണ്ട്, 375 ഉണ്ട് തൊലി ഉള്ളതൊക്കെ. അങ്ങനെയൊക്കെ റേറ്റ് പലതും പറഞ്ഞു. അപ്പം അര കിലോ എന്നുള്ളത് 500 ഗ്രാം ഇല്ല, 500 ഗ്രാമിന് വരെ 450 ഗ്രാമേ അവർ വെക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ കടയിൽ കയറി. പിന്നെ കാജുവും വാങ്ങിച്ച്, പിന്നെ 5 സ്വീറ്റ്സും വാങ്ങിച്ച്, ഗോവൻ സ്വീറ്റ്സും അതും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരാനിറങ്ങി. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് മുരുടേശ്വരത്തോടാണ്. അപ്പോൾ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് മുന്നിലോട്ടായിരുന്നു. നമ്മൾ ഗോവയിൽ നിന്ന് കാജു വാങ്ങിച്ച് 1 കിലോ 750 രൂപ, 800 രൂപ വിലയുള്ളതാണ്. അര കിലോ വാങ്ങിച്ച്. പിന്നെ ഇവിടുത്തെ സ്വീറ്റ്സ് 5 ബോക്സ്, 1 2 3. ഇത് കോക്കനട്ട് 4 5. ഇത്ര സാധനം വാങ്ങിച്ചു. പബ്ലിക്കായിട്ട് ഇത്രയും കള്ള് കിട്ടുന്ന സ്ഥലം വേറെ ഒന്നുമില്ല. ഇതും പിന്നെ ഇവിടെ മാഹിയില് ഇവിടെ 50 രൂപയുടെ 20 രൂപയുടെ ഒക്കെ സാധനം ഉണ്ടല്ലോ, കൈയിടുന്നൊക്കെ. പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിയിലെല്ലാം സാധനങ്ങൾക്കെല്ലാം വിലക്കുറവെന്ന് വെച്ചാൽ ബീച്ചിൻ്റെ അടുത്തുള്ള ഷോപ്സിനെ അപേക്ഷിച്ച് വിലക്കുറവാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 180 200 രൂപയ്ക്കൊക്കെ നമുക്ക് താലി കിട്ടും, ഫിഷ് താലിയൊക്കെ കിട്ടുമായിരുന്നു. ഇതൊക്കെ ബോർഡും വായിച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് പോയത്. പിന്നെ തിരിച്ച് വരണ്ടായോ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ അടുത്തൊരു കടയിൽ തന്നെ കയറി ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ അവിടെ നല്ല ഫുഡായിരുന്നു, പഞ്ചാബി ധാബയായിരുന്നു, പഞ്ചാബിൻ്റെ ആയിരുന്നു. അപ്പം അത് നല്ല ഫുഡൊക്കെ കിട്ടിയായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഇവിടെ വിലക്കുറവുണ്ടായിരുന്നു. പക്ഷേ ബീച്ച് സൈഡിലാണെങ്കിൽ നല്ല റേറ്റുമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചിനി പോകുന്നത്, നമ്മൾ മാപ്പിട്ടേക്കുന്നത് മുരുടേശ്വരമാണ്. രാത്രിയിലൊക്കെയാണ് സമയം കാണിക്കുന്നത്. അങ്ങനെ നമ്മളിനി ഹൈവേ കൂടെ ഒക്കെ പോകണം. കേരളീയ ഭക്ഷണം, കേരള ഫുഡ് അവിടെ ബോർഡ് വെച്ചേക്കുന്നത്. ബദാം ഹൽവ, ദിൽബാഗ്, In 600 meters, slight left.
turn left. Turn left toward Bedtime Pop-up Vasco Road. da Gama. Bedtime Pena de Franca Pop-up Vasco da Gama. Then turn Vasco right de onto Gama. Bedtime Pop-up Road. ഡേ ഗിഗാമി ഒന്നുമല്ല വാസ്കോഡി ഗാമ. നീ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ വാസ്കോഡ ഗാമ? വാസ്കോഡി ഡിഗാമ അല്ലടാ, വാസ്കോഡി ഗാമ. दिमाग नहीं है तुझे बोलना है. वास्को दे डिगामा है ना, नहीं बोलती. आला छत्रपति शिवाजी महाराज के नाम वास्को डिगामा. Turn right onto Bedtime Pop-up Road. Bedtime Pena de Franca Pop-up Quitla Aldona Road. Continue for 1 kilometer. പാലം കണ്ടോടാ? മണ്ടോവി റിവറിന് കുറുകെ ഉള്ള പാലം മണ്ടോവി റിവർ. അങ്ങേ അറ്റത്തൊരു ബോട്ട് കിടപ്പുണ്ടല്ലേ, ബോട്ടിന്റെ മേൽഭാഗം കാണാം. ബോട്ടല്ല, ഷിപ്പ്. അതുകൊണ്ട് അവിടോട്ടും ഉണ്ട്. എന്നാലും ബോംബെയുടെ എത്താൻ വരത്തില്ല. പാലം കണ്ടോടാ? അവിടെ ബോട്ട് കിടക്കുന്നത്. ബോട്ട് ഷിപ്പ്. ഷിപ്പല്ല, ക്രൂയിസ് ഷിപ്പ്. അല്ല, ക്രൂസ് അല്ല അമ്മ. ക്രൂസ് ഇത്തിരി വലുതല്ല, അത് ക്രൂസ് അല്ല. ഷിപ്പാ. ടൂറിസ്റ്റ് ബോട്ടാ. ഇവിടെ ലെഫ്റ്റ് എടുക്കുമ്പോൾ നോക്കാൻ പറ്റില്ല. വെള്ളത്തിനകത്തേക്കുന്നത് മാംഗ്രൂവ്സ്. മംഗളൂരു 363. In 400 meters, turn right toward National Highway 748. മഡ്ഗാവ് 31, പോണ്ട 28. ഇതെല്ലാം കണ്ടൽക്കാടുകളാണ്. ചെന്നുമ്പോൾ നല്ലോണം കാണാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ കാണത്തുമില്ല. ഇവിടെ എല്ലാം വെള്ളത്തിനകത്ത് വെച്ചിട്ട് മറ്റേ മരങ്ങൾ വയ്ക്കുന്നത്. നമ്മളിനി മംഗളൂർ ഹൈവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 360 കിലോമീറ്റർ കഴിയുമ്പോൾ മംഗളൂർ എത്തും. മംഗളൂർ ഇപ്പോൾ മുരുടേശ്വരത്ത് ടൈം കാണിക്കുന്നത് രാത്രി 11:30 നമ്മൾ ചിലപ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കും. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നോൺ വെജ് അല്ലല്ലോ കഴിച്ചത്, വെജല്ലേ കഴിച്ചത്. അതുകൊണ്ട് നമുക്ക് രാത്രിയിൽ ഇച്ചിരി നോൺ വെജ് ആകാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് കടയിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ അവിടുത്തെ KFC, ഗോവൻ സ്പെഷ്യൽ KFC എന്ന് പറയാം നമുക്ക്. അവിടുത്തെ KFCയും പിന്നെ ഇതും കഴിച്ചു. പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് പിന്നെ ലാസ്റ്റിൽ ഒരു സൂപ്പ് കൂടെ കുടിച്ചു. ആദ്യം കുടിക്കേണ്ട സൂപ്പ് നമ്മൾ ലാസ്റ്റിലാണ് കുടിച്ചത്. എല്ലാം കൂടെ ഷെയർ ചെയ്ത് നമ്മളൊക്കെ എല്ലാവരും കഴിച്ച്. ഫുഡ് നല്ലതായിരുന്നു, അഫോർഡബിൾ റേറ്റും ആയിരുന്നു. ഉച്ചക്കലത്തേനെ അപേക്ഷിച്ച് പറഞ്ഞല്ലോ വിലക്കുറവുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി പിന്നെ ഓടി. രാത്രിയിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നിന്നപ്പോൾ കുറച്ച് സമയമൊക്കെ താമസിച്ചു. പിന്നെ നമുക്ക് രാത്രിയിൽ സമയം കാണിക്കുന്നത് വെളുപ്പിനത്തെ സമയമൊക്കെ ആയിരുന്നു മുരുടേശ്വരിൽ കാണിച്ചത്. അപ്പം വിചാരിച്ച് എവിടെയെങ്കിലും റൂം എടുത്ത് ഉറങ്ങാമെന്ന് വിചാരിച്ച് ഉറങ്ങിയിട്ട് രാവിലെ അമ്പലത്തിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് റൂം എടുക്കുന്നത്. പിന്നെ നമ്മൾ ഓടി മുരുടേശ്വര അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് റൂം എടുത്തത്. അതെന്ന് പറയുന്നത് രാവിലെ ഒരു വെളുപ്പിന് 2 മണി കഴിഞ്ഞ് 3 മണി ആവാറായായിരുന്നു. അപ്പോഴാണ് നമ്മൾ റൂം എടുത്തത്. പിന്നെ രാവിലെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി 8 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി. ഇത് കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിലൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു, അതുമായിട്ടിരുന്ന് കളിക്കുന്നു. നമ്മൾ കട ചെയ്തായിരുന്നു KFC, എന്തോ പേര് മറന്നു, കാണുന്നില്ലായിരുന്നു, അത്രേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിയൊക്കെ ചെറിയ കാട്ടുവഴിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ രാത്രി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും പെട്ടെന്നൊരു റൂം കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അവിടെ കിടന്ന് ഉറങ്ങായിരുന്നെന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എന്തൊക്കെ ഉണ്ടായിരുന്നു? ചിക്കൻ ഫ്രൈഡ് റൈസും ഇവിടുത്തെ KFC, നമ്മുടെ നാട്ടിൽ മറ്റേ KFC അല്ല, ഗോവയുടെ സ്വന്തം KFC. പിന്നെ ഒരു ഫ്രൈഡ് റൈസും പിന്നെ ഒരു ചിക്കൻ മാഞ്ചോ സൂപ്പും. നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ചു എല്ലാവരും കൂടെ. എത്രയായിരുന്നു? ഏത് പാട്ട് വേണം നമുക്ക്? ഇത് ഫോറസ്റ്റ് ആണോ? പിന്നെ ഈ ഗോവയിൽ നിന്ന് കർണാടകയിലോട്ട് കയറുന്ന വഴിക്കകത്ത് കുറേ ഘാട്ട് വഴികളും പിന്നെ ഫോറസ്റ്റിൽ കൂടെ ഉള്ള വഴികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വണ്ടികളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ഈ പോസ്റ്റിൻ്റെ ലൈറ്റ് ഇല്ലെങ്കിൽ സൈഡിൽ റിഫ്ലക്ടർ ഉള്ളത് കൊണ്ട് സമാധാനം ഉണ്ടായിരുന്നു. വഴി കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ ചിലത്ത് റിഫ്ലക്ടറൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പാട് വരുന്നു, ബുദ്ധിമുട്ടാവും അതൊക്കെ. പക്ഷേ ഈ വഴിയായിരുന്നെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ഇപ്പം പോകുന്നത് വെൽക്കം ടു കാണക്കോണയിൽ. शरीर जो है वो सारे रिगर्स लेने के लिए तैयार रहता है. वहाँ पर आता है 20-20, 25-25 ओवर डालने के दिन में. और देखिए बाहर की तरफ ये कई बार शायद सबने सुना होगा. मिचेल स्टार्क से जब रश थ्रू करते हैं थ्रू द ट्रीज, നമ്മളിപ്പം കർണാടകയിലോട്ട് കയറി. ഗോവയിൽ നിന്ന് കർണാടകയിലോട്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി മാജലി ചെക്കിങ് ഉണ്ട് അവിടെ കേട്ടോ. പോസ്റ്റില് ഗോവയിൽ നിന്ന് കള്ളം കാണാൻ വാങ്ങിച്ചോണ്ട് വരുന്നതൊക്കെ. ഹൈവേ എവിടെ വണ്ടി സ്ലോ പോലും ചെയ്യണം. മടക്കുളങ്ങൾ പുറമെ ഇടിച്ചിടിച്ച കിടക്കും. നമ്മളിപ്പം ക്രോസ് ചെയ്യുന്നത് കാളി റിവർ, കർണാടകയിലെ ഉള്ളത് കാർവാറിലെ കാളി റിവർ, വലിയൊരു റിവറാണ്. നമുക്കിവിടെ പാലം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് വെട്ടവും ലൈറ്റും വെള്ളമൊക്കെ കാണാൻ പറ്റും. ഇത് തിരിച്ചു പോണോ ഇനി? ഈ തരംഗത്തിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പോയായിരുന്നോ? In 200 meters, make a U-turn. ഇങ്ങോട്ട് ഒരു തരംഗമുണ്ടോ? രണ്ടെണ്ണം ഉണ്ടോ? അപ്പുറത്തൊരെണ്ണമുണ്ട്.
തെറ്റായ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിക്കകത്ത്. ഇങ്ങോട്ട് വരുന്ന തുരങ്കത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3 വണ്ടികൾ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചെറിയൊരു ക്രോസിങ്ങേ ഉള്ളായിരുന്നു അപ്പുറത്തോട്ട് പോകാൻ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ തിരിച്ച് നമ്മൾ വന്നുകൊണ്ടിരുന്ന വഴിയെ തന്നെ പോകുന്നത്. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വണ്ടികളുടെ ആ തുരങ്കത്തിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉടനെ നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളൊരു ടോൾ എത്തിയിട്ടുണ്ട് കർണാടകയിലെ. വെൽക്കം ടു ഹട്ടിഗേരി ടോൾ പ്ലാസ. നമ്മുടെ ഈ ട്രിപ്പിൽ ആദ്യത്തെ കേരള വണ്ടി കണ്ടിട്ടുണ്ട്. നമ്മളിപ്പം മുരുടേശ്വരം എത്താറായി. സമയം രാത്രി 1:20. അവിടെ മേളിൽ കൂടെ ട്രെയിൻ പോകുന്നത്. നമ്മളിവിടെ റൂം കിട്ടുമെന്നറിയാൻ വന്ന് നോക്കിയത് വണ്ടി നിർത്തി. അപ്പം ആ മേളിൽ കൂടെ ട്രെയിൻ പോകുന്നു. പക്ഷെ അവിടെ റൂം കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ മുന്നോട്ട് പോയി അമ്പലത്തിൻ്റെ അടുത്താണ് റൂം എടുത്തത്. പിന്നെ രാവിലെ നമ്മൾ അവിടുന്ന് ഫ്രഷായി അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് നാട്ടിലോട്ട് പോരുന്നു. അപ്പം അമ്പലത്തിലെ വീഡിയോകളും ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിന് മുന്നേ ഉള്ള വീഡിയോ കാണാത്തവരൊക്കെ കയറി കാണണേ.